ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ നോക്കാം. ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഹാലൂസിനേഷൻ ആൻഡ് ഇല്യൂഷൻ നോക്കാം. ഇതിനകത്ത് ആദ്യം നോക്കുന്നത് ഹാലൂസിനേഷൻ. ഓക്കെ, സോ അപ്പോൾ ഹാലൂസിനേഷൻ നോക്കിക്കേ. ഹാലൂസിനേഷൻ ഈസ് മിസ്പെർസെപ്ഷൻ ഓഫ് സംതിങ് വെൻ ദർ ഈസ് നോ സ്റ്റിമുലസ്. അതായത് എന്തെങ്കിലും ഒരു സാധനം ഉള്ളതായിട്ട് തോന്നുക, അവിടെ ഒരു സ്റ്റിമുലസും ഇല്ലാത്തപ്പോൾ തന്നെ. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് സീ എ സ്നേക്ക് ഇൻ എംപ്റ്റി സ്പേസ്. അതായത് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഇല്ല, അവിടെ ഒരു സ്റ്റിമുലസും ഇല്ല, പക്ഷെ അവിടെ ഒരു സ്നേക്കിനെ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഹാലൂസിനേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ പെർസെപ്ഷൻ ഏതെങ്കിലും സെൻസറി ഓർഗനുമായിട്ടായിരിക്കും കൂടുതൽ വരുന്നത്. വേറെയും ടൈപ്പുകളുണ്ട്, എന്നാലും കൂടുതലായിട്ട് നമ്മുടെ 5 സെൻസസ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇല്ലാത്തത് കാണുന്നത്, ഇല്ലാത്തത് കേൾക്കുന്നത്, ഇല്ലാത്തത് നമ്മുടെ ടച്ച് സെൻസേഷൻ ആയിട്ട് വരുന്നത്, എന്തെങ്കിലും ഇൻസെക്റ്റ് നമ്മുടെ ദേഹത്തൂടെ എട്ടുകാലി എഴുതുന്നതായിട്ടോ പാമ്പ് എഴുതുന്നതായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം തന്നെ നമുക്ക് ഹാലൂസിനേഷൻ ആയിട്ട് പറയാം. പിന്നെ ടേസ്റ്റ് സെൻസേഷൻ, എന്തെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മെല്ല്, പ്രത്യേക സ്മെല്ല് അനുഭവിക്കാൻ പറ്റുന്നത്. അതായത് അവിടെ ഒരു സ്റ്റിമുലസും ഇല്ല, പക്ഷെ ഇയാൾക്ക് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാലൂസിനേഷൻ ഒരു സൈക്കോട്ടിക് ഫീച്ചറാണ്. സൈക്യാട്രിക് പേഷ്യൻസിന് സിവിയർ സൈക്കോസിസ് ഒക്കെ ഉള്ള സമയത്താണ് ഹാലൂസിനേഷനൊക്കെ വരുന്നത്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് സിംറ്റമാണ്. സ്കീസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലാത്ത അസുഖങ്ങൾക്കും ഹാലൂസിനേഷൻ പ്രസന്റ് ആകാറുണ്ട്. അടുത്തത് ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറയുന്നത് മിസ്പെർസെപ്ഷൻ ഓഫ് എ സ്റ്റിമുലസ് ഇൻറ്റു അനദർ. ഓക്കെ, അതായത് ഒരു സാധനം വേറൊരു സാധനമായിട്ട് തോന്നുന്നത്. ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ട്, പക്ഷെ ആ സ്റ്റിമുലസിനെ അതിന്റെ ഒറിജിനൽ സാധനമായിട്ടല്ലാതെ മറ്റെന്തെങ്കിലും ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് എന്താ? സീ എ സ്നേക്ക് വെൻ ദെയർ ഈസ് എ റോപ്പ്. ഒരു റോപ്പ് അവിടെ ഉണ്ട്, പക്ഷെ അത് റോപ്പായിട്ടല്ല അയാൾക്ക് തോന്നുന്നത്, അതൊരു സ്നേക്കായിട്ട് ഫീൽ ചെയ്യുക, സ്നേക്കായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇല്യൂഷൻ വന്നിട്ട് സൈക്കോട്ടിക് ഫീച്ചർ ഒന്നും അല്ല. ഇത് സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ള ആൾക്കാർക്കും വരും, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലും ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സമയത്തും ഒക്കെ വരാറുണ്ട്. അല്ലാതെ സാധാരണ ആൾക്കാർക്കും ഇത് എപ്പോഴെങ്കിലും ഒക്കെ തോന്നുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇല്യൂഷൻ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകും, ഒരു സാധനം അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു ശബ്ദമായിരിക്കാം. ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്കത് വേറൊരു ശബ്ദമായിട്ട് ഫീൽ ചെയ്യാം. ഒരു ഈച്ച മൂളുന്നത് കേൾക്കുമ്പോൾ അതൊരാൾ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റോപ്പ് കാണുമ്പോൾ അതിനെ ഒരു സ്നേക്കായിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ 5 സെൻസസ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇല്യൂഷനും കൂടുതലായിട്ട് വരുന്നത്. എന്നാലും വിഷനാണ് നമ്മൾ കൂടുതൽ ഇല്യൂഷന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇല്യൂഷൻ, ഹാലൂസിനേഷൻ രണ്ടും മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന്റെ താഴെ, പെർസെപ്ഷന്റെ താഴെ വരുന്ന കാര്യങ്ങളാണ് ഹാലൂസിനേഷനും ഇല്യൂഷനും. നമ്മുടെ മെന്റൽ ഹെൽത്ത് എക്സാമിന് ഡിഫറൻസ് ബിറ്റ്വീൻ ഹാലൂസിനേഷൻ ആൻഡ് ഇല്യൂഷൻ ചോദിക്കാറുണ്ട്, വൈവയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.